ആ കഥ കടച്ച് കുറ്റിയിട്ടേക്ക്. ഭൈരവിയമ്മ കിടന്നോളൂ, ഞാൻ കാല് തിരുമ്മിത്തരാം. മോൾ ഇനി കാല് തിരുമണ്ട, നീ എന്റെ അടുത്ത് ഇരിക്ക്. ഇരിക്കേ. നിന്നെ എനിക്കിഷ്ടമാണ്. എന്റെ കണക്കുകൂട്ടലുകളൊക്കെ നീ തെറ്റിച്ചു കളഞ്ഞു. ഞാനിവിടെ വന്ന് കയറുമ്പോഴുള്ള നിധിയല്ല ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്നത്. വാക്കുകൾ കൊണ്ട് പണിതു വെച്ച ഒരു നെഗറ്റീവ് ഇമേജ്, അതായിരുന്നു എന്റെ മനസ്സിലെ നിധി. പക്ഷെ ഇപ്പോ സത്യത്തിൽ നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു മോളെ. മിടുക്കി, പോരായ്മകളെല്ലാം അറിഞ്ഞ് നേരിനു വേണ്ടി പോരാടുന്ന ഒരു മിടുക്കിയാണ് നീ. കണ്ണീരുകൊണ്ട് ദുർബലയായി പോവാത്തൊരു പെണ്ണ്. ഈശ്വരമംഗലത്തേക്ക് വന്നു കയറിയത് ഒരു പതിരായി പോവില്ല. അതാണ് എന്റെ സന്തോഷവും അഭിമാനവും. എന്തൊക്കെയാ മോളെ അവൾ എന്റെ കാതിലേക്കും മനസ്സിലേക്കും ചൊരിഞ്ഞിട്ടത്? എന്താ അവൾ ഇങ്ങനെയായി പോയത്? മനസ്സിൽ നിന്നും നന്മകൾ മുഴുവൻ മായിച്ചു കളഞ്ഞ ഒരു ജന്മം. വസുന്ധരാന്റെ ഒരു പാവോ ഭൈരവിയമ്മ. പാവോ? ഇത്രയും കാണിച്ചു കൂട്ടിട്ടോ? ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് വാശി പിടിക്കുന്ന, അതിനു വേണ്ടി മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെടുന്ന ഒരാള്. അത്രേ ഉള്ളൂ വസുന്ധരാന്റെ. ഞാൻ കേട്ടും കണ്ടു അറിഞ്ഞ വസുന്ധരാന്റിയിൽ മറ്റൊരാളുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു പെണ്ണ്. ആ പെണ്ണിന്റെ വിഷമമായിരിക്കാം ആന്റിയെ കൊണ്ട് ഇങ്ങനൊക്കെ ചെയ്യിക്കുന്നത്. ഒരുതരം ഫ്രസ്ട്രേഷൻ. ശരിയായിരിക്കാം. പക്ഷെ ഞാനോ ഒരു തറവാടിന്റെ എല്ലാ അധികാരങ്ങളും ചിട്ടവട്ടങ്ങളും പിന്തുടർന്ന എന്റെ ഈ ജീവിതം ഒരു തരത്തിൽ ഒറ്റപ്പെട്ടു പോയില്ലേ മോളെ? നീ ഈ പറയുന്ന വസുന്ധരാന്റിയെയും അവളുടെ ഏട്ടൻ ഗോപിനാഥിനെയൊക്കെ വളർത്തി ഒരു നിലയിൽ എത്തിക്കുന്നതിന്റെ ഇടയ്ക്ക് സ്വന്തമായി ജീവിതം തന്നെ ഇല്ലാതായി പോയവളാ ഞാൻ. അന്നും ഇന്നും അത് വേണ്ടാത്ത കാര്യമായി തോന്നിയിട്ടില്ല. എന്തെങ്കിലും നഷ്ടപ്പെട്ടതായും തോന്നിയിട്ടില്ല. കുടുംബത്തിനും അതിന്റെ പ്രൗഢിയും അന്തസ്സും നിലനിർത്തുന്നതിനു വേണ്ടി ജീവിച്ചു, ലക്ഷ്യങ്ങളും നിറവേറ്റി. പക്ഷെ ഒരിക്കലും ഞാൻ ചവിട്ടിയ ഈ നിലത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. കുടുംബത്തെ ഒറ്റുകൊടുത്തിട്ടുമില്ല. ഇവൾ അങ്ങനെയാണോ? മോള് പറഞ്ഞില്ലേ വസുന്ധര പിടിച്ച മുയലിന് 3 കൊമ്പാണെന്ന്. പക്ഷേ ഭൈരവിയമ്മ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവളുടെ ആ കൊമ്പ് ഞാൻ മുറിച്ചിരിക്കും. ഇതെന്റെ തീരുമാനമാണ്. ഒന്നും വേണ്ട ഭൈരവിയമ്മ. നോക്ക്, നാളെ ഉത്രാടവും മറ്റന്നാൾ തിരുവോണവുമാണ്. ഭൈരവിയമ്മ ലക്ഷ്യമിട്ട് വന്ന ഒരു വലിയ ഉദ്യമമുണ്ട്. സന്തോഷകരമായ ഒരു സന്ദർഭത്തിൽ നടത്തേണ്ട ഒരു സത്കർമ്മം. തിരുവോണ ദിവസം സദ്യ കഴിഞ്ഞ് ഈശ്വരമംഗലത്തിന്റെ അധികാര അടയാളമായ ആ മരതകമാല ഭൈരവിയമ്മ വസുന്ധരാന്റിയുടെ കഴുത്തിൽ അണിയിക്കണം. ഒരു പരിഭവമോ പിണക്കമോ പകയോ നിഴൽ വീഴ്ത്താതെ മംഗളകരമായി അത് നടക്കണം. അതിൽ പരം ഒരു സന്തോഷം എനിക്കില്ല ഭൈരവിയമ്മ. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ഓർത്തത് ഈശ്വരമംഗലത്തെ ഭാഗ്യത്തെക്കുറിച്ചാണ്. നിന്നെപ്പോലൊരു പെൺകുട്ടിയെ മരുമകളായി കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ച്.